എത്രയോ മനുഷ്യർക്ക് ജീവിതം കൊടുത്ത് അവരുടെ കണ്ണീരൊപ്പിയ ഡോക്ടർ അപർണ. പാവം, അവരുടെ കണ്ണുകൾ തുറന്ന നേരമില്ല. ഈ അവസ്ഥ മാറണമെങ്കിൽ കുറച്ചൊക്കെ ഡോക്ടറും ശ്രമിക്കണം. നീ എന്താ അങ്ങനെ പറഞ്ഞത്? പരിഹരിക്കാൻ പറ്റാത്ത വലിയ പ്രശ്നങ്ങൾക്ക് നടുവിലല്ലേ ആ പാവം. അത് മുഴുവൻ ശരിയല്ല. ആകാശ് ഡോക്ടറുടെ കൂടെ നിൽക്കാത്തത് അച്ഛനെ അമ്മ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള ഒറ്റ കാരണത്താലാണ്. ഡോക്ടറെ അത്രയ്ക്ക് ദ്രോഹിച്ച ഭർത്താവിനെ അവര് സ്വീകരിക്കണമെന്ന് പറയുന്നത് കുറച്ച് കഠിനോ? എന്തുകൊണ്ട്? നീയും കേട്ടതല്ലേ, ഒരു സ്ത്രീക്കും പൊറുക്കാൻ പറ്റാത്ത തെറ്റ് ചെയ്ത മനുഷ്യനയാള്. കൊലക്കുറ്റമാണെങ്കിൽ പോലും പൊറുക്കാം. മനുഷ്യന് പൊറുക്കാനും മറക്കാനും കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഈ ബന്ധങ്ങൾക്കൊക്കെ എന്താണൊരു വില? പൊറുക്കാൻ സാധിക്കണം. അങ്ങനെ വന്ന ഡോക്ടർക്ക് നഷ്ടപ്പെട്ട കുടുംബത്തെ തിരിച്ചു കിട്ടും. പുറമേ നിൽക്കുന്നവർക്ക് അതൊക്കെ പറയാം. അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് അവർക്കല്ലേ അറിയൂ. അല്ല, എനിക്കും കുറെയൊക്കെ അറിയാം. ജീവിതത്തിൽ 2 പേരെയാ ഡോക്ടർ വെറുക്കുന്നത്. ഒന്ന് ഭർത്താവ് ഹരിഹരൻ, മറ്റേയാൾ നിർഭാഗ്യവശാൽ ശരത്മാഷാണ്. അതിൽ ഞാനൊരു തെറ്റും കാണുന്നില്ല. സാധാരണഗതിയിൽ എല്ലാരും ഇതേ പറയും. പക്ഷെ ഒന്നുണ്ട്, നമ്മളോട് തെറ്റെയ്യുന്നവരോട് ക്ഷമിച്ചില്ലെങ്കിൽ പകയും വെറുപ്പും വിദ്വേഷവും നമ്മുടെ ഉള്ളിൽ മല പോലെ വളരും. അത് നമ്മളെ കാർന്നു തിന്നും. പിന്നെ ഒരിക്കലും നമുക്ക് സമാധാനം ഉണ്ടാവില്ല. മറ്റൊരു കാര്യം നീ മറന്നു. ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി സ്വകാര്യ ജീവിതം പോലും മറന്നു കളഞ്ഞവള ഡോക്ടർ അപർണ. അങ്ങനെയുള്ള മനുഷ്യരോട് ഈ സമൂഹത്തിന് കുറച്ച് ബാധ്യതകളുണ്ട്. കൂടെയുള്ളവർ ഡോക്ടറോട് അല്പം കരുണ കാട്ടണം. അതാ വേണ്ടത്. ചേച്ചി, ഈ ലോകത്തെയോ സമൂഹത്തെയോ മാറ്റാൻ നമുക്ക് പറ്റില്ല. നമുക്കാകെ ചെയ്യാവുന്നത് സ്വയം മാറുക എന്നതാണ്. അത് മാത്രമാണ് ഒരേ ഒരു പോംവഴി. ആകാശിന്റെ അച്ഛനും ശരത്തുമാഷിനും മാപ്പ് കൊടുത്ത അമ്മയുടെ എല്ലാ ദുഃഖങ്ങളും തീരും. എനിക്കുറപ്പാ. എന്റെ പ്രാർത്ഥന അത് മാത്രമാ. ഈശ്വര, അമ്മയ്ക്ക് നല്ല ബുദ്ധി തോന്നണേ. അപ്പൊ നീ ആകാശിനെ വിളിക്കില്ലെന്നാണോ പറഞ്ഞു വരുന്നത്? ഗോപി, അത് വിശ്വാസവഞ്ചനയാണ് കേട്ടോ. നീ ആകാശിനെ ഇന്ന് തന്നെ വിളിക്കണം. ഞാനൊന്ന് ആലോചിക്കട്ടെ. ഹലോ, ഇത് ഗോപികയാണ്. എന്തു വേണം? ക്ഷമിക്കണം, ഇടപെടാൻ ഒരർഹതയില്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനാ ഞാൻ വിളിച്ചത്. മനസ്സിലായി. ഞാൻ അമ്മയുടെ അടുക്കലേക്ക് മടങ്ങിപ്പോണമെന്ന് ശുപാർശ പറയാനല്ലേ വിളിച്ചത്? അതെ, അതിനുവേണ്ടി തന്നെയാ. എങ്കിൽ പിന്നെ ഞാനൊന്ന് പറയാം. ആ ശുപാർശ അങ്ങ് കൈയോടെ പിൻവലിക്കുന്നതാണ് ബുദ്ധി. നിങ്ങളുടെ മനസ്സമാധാനത്തിന് നല്ലതാണ്. എന്റെ മനസ്സമാധാനം വലിയ ഘടകമല്ല, അത് മറന്നേക്കൂ. എനിക്കൊരു കാര്യം ആകാശിനോട് പറഞ്ഞു നോക്കൂ. യെസ്. അമ്മയെ വിഷമിപ്പിക്കരുത് പ്ലീസ്. ഒന്ന് ചോദിച്ചോട്ടെ, ഇത് എന്നോട് പറയാൻ നിങ്ങൾക്ക് എന്താണ് അവകാശം? നിങ്ങൾ എന്റെ ബന്ധുവല്ല, നല്ല ഫ്രണ്ട് പോലുമല്ല, വെറും ഒരു പരിചയക്കാരി. ആ സ്ഥിതിക്ക് എന്റെ ഫാമിലി മാറ്റേഴ്സിൽ ഇടപെടുന്നത് ന്യായമാണോ? നിങ്ങൾ എന്നെ അംഗീകരിക്കുന്നില്ലായിരിക്കും. ദാറ്റ് ഐ ഡോണ്ട് കെയർ. എന്നെ ബാധിക്കുന്ന പ്രശ്നം അതല്ല. ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഒരമ്മയുടെ കണ്ണീര്, ഡോക്ടർ അപർണയുടെ ദുഃഖം. അതുകൊണ്ട് മാത്രം നാണം കിടവെന്നറിഞ്ഞിട്ടും ഞാനിതിന് ഇറങ്ങി തിരിച്ചത്. നിങ്ങളുടെ തലയിലെടുത്ത്, അല്ലാതെ ഞാൻ എന്ത് പറയാനാ? അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞതിനോട് നിങ്ങളുടെ പ്രതികരണം എന്താ? സെയിം. ശരിക്കറിയില്ലാത്ത കാര്യങ്ങളിൽ നിങ്ങൾ കയറി ഉപദേശിക്കരുത്. നാറും. എനിക്കെല്ലാം നന്നായി അറിയാം. അച്ചു പോയതേ പിന്നെ അമ്മയുടെ മനോനില ദിവസം പ്രതി തകർന്നുകൊണ്ടിരിക്കുക. അവരെ ഒരു രോഗിയായിട്ട് തന്നെ കാണണം. പറഞ്ഞു കഴിഞ്ഞോ? ഗുഡ് നൈറ്റ്. എന്റെ അച്ഛൻ ഒത്തിരി കേട്ടിട്ടുണ്ട്, ഇപ്പഴാ കാണുന്നത്. ശരത്ത് ജയിൽ തന്നെയാണോ? അതെ, പറയാം. അച്ഛനകത്തേക്ക് വന്നാട്ടെ. വേണ്ട, എനിക്കല്പം തിരക്കുണ്ട്. അല്ല, അച്ഛൻ വന്നിട്ട് കയറാതെ പോയാ ശരത്തിന് വിഷമാവും കേട്ടോ. സാരമില്ല. ശരത്തിന്റെ ബെയിൽ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്തു? ഇല്ല, പുറത്തിറങ്ങിയ കടുങ്കൈ കാണിക്കുന്നൊക്കെ ശരത്ത് പറഞ്ഞുകൊണ്ട് ഇതുവരെ അങ്ങനെ. ഓക്കെ. ഏത് വക്കീല കേസ് നടത്തിയ? അഡ്വക്കേറ്റ് രാജപ്പൻ, ഒരു പഴയ സുഹൃത്താ. ഈ കേസിൽ ബെയിൽ കിട്ടാൻ പ്രയാസമുണ്ടോ? മർഡർ കേസൊന്നുമല്ലല്ലോ.
അല്ല, അതിൽ നിന്നൊക്കെ നമ്മൾ രക്ഷപ്പെട്ടല്ലോ. ഇത് സിമ്പിളാന്നേ. കോടതി നടപടികൾ തടസ്സപ്പെടുത്തിയെന്നും പറഞ്ഞ കേസ്. ഇത് ജാമ്യമില്ലാത്ത കേസാ. പക്ഷേ ശരത്തിന് രക്ഷപ്പെടാനൊരു വഴിയുണ്ട്. ചെറുതായിട്ട് മെന്റൽ ബ്രേക്ക് ഡൗൺ വന്നപ്പോൾ സൈക്കാട്രിസ്റ്റിനെ കൺസൾട്ട് ചെയ്തിരുന്നു. ആ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വെച്ചാൽ സുഖമായിട്ട് ജാമ്യം കിട്ടും. പിന്നെ എനിക്കൊരു അപേക്ഷയുണ്ട്. എന്താ? ശരത്തിനെ സിംഗപ്പൂരേക്ക് കൊണ്ടുപോകരുത്. ഓഹോ, അപ്പോ നിങ്ങളാണല്ലേ ഇതിന് തടസ്സം നിൽക്കുന്നത്? അയ്യോ അല്ല, ശരത്തിന് സിംഗപ്പൂരേക്ക് വരാൻ തീരെ ഇഷ്ടമല്ല. നിർബന്ധിച്ച് കൊണ്ടുപോയാൽ അത് വലിയ പ്രശ്നമാവും. അതുകൊണ്ടാ. അത് ഞാൻ തീരുമാനിച്ചോളാം. ഞാനത് സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞതാ. കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ മധുവിനെ കണ്ടാൽ മതി. അവൻ ബന്ധുവല്ലേ. ശരി, ആ വക്കീലിന്റെ ഓഫീസ് എവിടെയാ? ലോവർ കോർട്ടിന് എതിർവശത്താ, ലോ ചേംബേഴ്സിന് പിന്നിൽ. ശരി. അല്ല, അച്ഛൻ വരുന്ന വഴിയാണോ? അതെ. ഇവിടെ വന്നിട്ട് ഒന്നും കഴിച്ചില്ല? ഓ, അത് സാരമില്ല. അത് ശരത്തിനെ കാണുകയാണെങ്കിൽ വഴക്കൊന്നും പറയരുത്. അവൻ ഒരു ദുർബലനാ. എടാ, എന്ത് മണ്ടത്തറി കാണിച്ച് അയാൾ കംപ്ലീറ്റ് കുട്ടിച്ചോറാക്കും. ഒന്നാം തരം പാഷാണോ അയാള്? അതിനിപ്പോ ഞാൻ എന്നാ ചെയ്യാനാ? സത്യം ചോദിച്ചാൽ എനിക്ക് പറയാതിരിക്കാൻ ഒക്കുവോ? അയാൾ അവന്റെ തന്തയല്ലയോ? തന്തയല്ല, തന്തക്കാലന. നീ നോക്കിക്കോ, ഇന്നത്തോടെ ശരത്തിന്റെ ചീട്ട് കീറും. നീ എന്നാ ഒക്കെയാടാ ഈ പറയുന്നേ? പിന്നെ നീ എന്ത് കാര്യത്തിനാടാ മരങ്കോട വക്കീലിന്റെ ഓഫീസറെ പറഞ്ഞു കൊടുത്ത്? അത് പിന്നെ അയാൾ ചോദിച്ചാ ഞാൻ എന്നാ ചെയ്യും? നീ ചെവി നുള്ളിക്കോ ജിമ്മി, ഇത് കുളമാകും. ആയില്ലെങ്കിൽ ദാ എന്നെ ഇങ്ങനെ വിളിച്ചോ. ഒലക്കയുടെ മൂട്. ഞാൻ പറയാതെ എന്നാ നീ വേഗം വക്കീൽ ഓഫീസിലേക്ക് അല്ലേ? അയ്യോ, ഇന്ന് എനിക്ക് ലീവ് കിട്ടില്ലെന്ന്. സാരമില്ല, ആ ജോലി അങ്ങ് പോട്ടെ. നീ ഇപ്പൊ എവിടെയാ? ഞാൻ അത്യാവശ്യമായിട്ട് ശംഖുമുഖം ബ്രാഞ്ച് വരെ വന്നതാ. എന്നാ നീ ഇവിടെ നിൽക്കും, ഞാനിപ്പോ അങ്ങോട്ട് വരാം. അയ്യോ ജിമ്മി, മിണ്ടരുത്. എന്റെ മകനെ ഭ്രാന്തനാക്കിയിട്ട് വേണോടോ തനിക്ക് കേസ് നടത്താൻ? സാറേ, അതിപ്പോ കേസിന്റെ കിടപ്പ് അങ്ങനെയാ. ഷടപ്പ്. ഇയാൾക്ക് കേസ് നടത്താൻ അറിയില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി. അതിന് നിങ്ങൾക്ക് എന്നോട് ചൂടാവുന്നേ? ഈ കുഴപ്പമെല്ലാം ഒപ്പിച്ചു വെച്ചാൽ നിങ്ങളുടെ മകനാ. മർഡർ കേസിൽ ഞാൻ അവനെ രക്ഷപ്പെടുത്തിയതാ, അറിയോ? വെറുതെ വിട്ടെന്നുള്ള വിധി കേട്ടപ്പോ ചെറുക്കനങ്ങ് വയലന്റായി. ദേ, കൂടുതൽ സംസാരിക്കണമെന്നില്ല. നിങ്ങൾക്ക് ഫീസ് വല്ലതും കിട്ടാനുണ്ടോ? ഓ, അങ്ങനെ വലിയ ഫീസ് മോഹിച്ചൊന്നുമല്ല ഞാൻ കേസ് നടത്തിയത്. പരിചയമുള്ള പിള്ളേർക്ക് ഒരു ഉപകാരം ചെയ്ത് കൊടുത്തതാ. ഇതാ, ഇയാൾക്ക് എത്ര വേണമെന്ന് എഴുതിയെടുക്കാം. നിങ്ങളുടെ കൈ പണം ഉണ്ടെങ്കിലേ അതിന് വമ്പത്തെ ഇവിടെ കാണിക്കണ്ട, അതങ്ങ് കൈ വെച്ചിരുന്നാ മതി. അപ്പോ ശരത്തിന്റെ കേസ് ഫയലും റെക്കോർഡ്സും നിങ്ങൾ എനിക്ക് തരില്ലെന്ന്? അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. നിങ്ങൾക്ക് ഫയൽ വേണേ ഞാനത് തന്നേക്കാം. കൊണ്ടുപോകും. ഈ കേസ് ആര് നടത്തിയാലും എനിക്കൊരു ചുക്കുമില്ല. പണം വേണ്ടാന്ന് പറഞ്ഞില്ലേ? ആദ്യം മോനെ കാണാൻ ഞാൻ ഈ നാട്ടിൽ വന്നപ്പോ നീ എന്നെ ആട്ടിയിറക്കി. അന്നും ഇന്നും അമ്മയ്ക്ക് ഒരു മാറ്റവും. നാണോ അഭിമാനവും നഷ്ടപ്പെട്ട ഒരു ഭിക്ഷക്കാരിയാണ് ഞാൻ. എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്നെ വിഷമിപ്പിക്കാനാ? ഐ എം സോറി. മോനെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. അത് പോട്ടെ, നീ അവിടുന്ന് പോന്നിട്ട് അമ്മയൊന്നും വിളിച്ചതുപോലും ഇല്ലല്ലോ. അത് മനഃപൂർവ്വമാണ്. എനിക്ക് അമ്മയോട് നല്ല ദേഷ്യമുണ്ട്, അതുകൊണ്ട് തന്നെ വിളിക്കായിരുന്നത്. അത്രയ്ക്ക് വലിയ തെറ്റ് മോനോട് അമ്മ ചെയ്തോ? ഉവ്, ഞാൻ എത്ര നിർബന്ധിച്ചിട്ടാണെന്നറിയോ അച്ഛനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്?
എന്നിട്ട് നിസ്സാരമായിട്ടങ്ങ് ഇറക്കി വിട്ടില്ലേ? തലേന്ന് ഞാൻ വിളിച്ചു പറഞ്ഞല്ലേ? എന്നിട്ടും ആരാണ് കൂടെ വരുന്നതെന്ന് നീ പറഞ്ഞില്ല. അച്ഛനെ ഞാൻ കൊണ്ടുവരുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ആ നിമിഷം അമ്മ തടയുമായിരുന്നു ഇല്ലേ? ഉവ്, എനിക്കിപ്പോഴും ആ മനുഷ്യനോട് പൊറുക്കാൻ കഴിഞ്ഞിട്ടില്ല. അത്രയ്ക്ക് കഠിനമായ ഹൃദയമാണ് അമ്മയുടേത്. പക്ഷേ അച്ഛൻ അങ്ങനെയല്ല. എനിക്ക് വേണ്ടി അഭിമാനം പോലും പണയം വെച്ചിട്ടാ കൂടെ വന്നത്. പക്ഷെ തെറ്റ് ചെയ്തത് നിന്റെ അച്ഛനായിരുന്നു. തെറ്റ് ചെയ്തവന് ശകലം വൈകിയാണെങ്കിലും കുറ്റബോധം ഉണ്ടാവുന്നത് നല്ലതാ. ദാ ഇതാണ് അമ്മയുടെ കുഴപ്പം. ഇത്ര കാലമായിട്ടും മൂർഖനെ പോലെ ഉഗ്രവിഷം ഉള്ളിൽ ഒളിപ്പിച്ചു. പക്ഷെ അത് തിരുത്താൻ ഞാൻ തയ്യാറാണ്. എങ്ങനെ? നിനക്ക് വേണ്ടി ഞാൻ ഹരിഹരനോട് മാപ്പ് പറയാം. എന്റെ മോന് വേണ്ടി ഞാൻ അതിനും തയ്യാറാണ്. ഹരിഹരൻ ഇപ്പൊ എവിടെയുണ്ട്? നമുക്ക് അങ്ങോട്ട് പോവാം. തൽക്കാലം അതിന്റെ ആവശ്യമില്ല. അപ്പോ അമ്മയോടുള്ള നിന്റെ വഴക്ക് മാറില്ലെന്നാണോ? എന്റെ ഗതികേട് നീ ഒന്ന് ആലോചിച്ചു നോക്ക്. മോനെ കാണാൻ ഇത്ര ദൂരം യാത്ര ചെയ്തിട്ടാ ഞാൻ വന്നത്. അമ്മയ്ക്ക് ഇതൊന്നും താങ്ങാൻ വയ്യ മോനെ. നീ പറ, ഞാൻ ഇനി എന്താ വേണ്ടത്? നീ പറയുന്നത് എന്തും ഞാൻ ചെയ്യാം. തൽക്കാലം ഒന്നും വേണ്ട. അമ്മയോട് എനിക്കൊരു വഴക്കുമില്ല. അപ്പോ മകന്റെ മുമ്പിൽ അമ്മ ഒരിക്കൽ കൂടി തോറ്റു അല്ലേ? സ്റ്റോപ്പ് ദിസ് മെലോ ഡ്രാമ പ്ലീസ്. ശരി, നിന്നെ കൂടുതലായി അലട്ടാൻ എനിക്കും താല്പര്യമില്ല. ഇനിയെല്ലാം നിന്റെ ഇഷ്ടം. ഞാൻ പോവുക. വരാൻ വൈകുമെന്നല്ല അച്ഛൻ പറഞ്ഞത്. ഓ, ഇപ്പൊ ഭയങ്കര കോമ്പറ്റീഷൻ അല്ലേ? ബിസിനസ് ഒക്കെ ഡള്ള. വെറുതെ ഓഫീസിൽ ഇരുന്നിട്ട് എന്താ കാര്യം? ഇന്ന് അമ്മ വന്നിരുന്നു. എന്തിന്? എന്നെ കാണാനാ. അമ്മ ഇന്ന് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. നമ്മൾ വീട്ടിൽ വെച്ച് കണ്ട ആളെയല്ല, അക്ഷരാർത്ഥത്തിൽ കീഴടങ്ങി കഴിഞ്ഞു. അച്ഛനോട് മാപ്പ് പറയാൻ പോലും തയ്യാറായാ വന്നിരുന്നത്. അവൾ എന്തിനാ എന്നോട് മാപ്പ് പറയണം? വീട്ടിൽ വന്ന ആളെ ഇറക്കി വിട്ട് വലിയൊരു തെറ്റല്ലേ? എന്റെ മോനെ, ഇത്തരം കുട്ടികളിലൊന്നും എനിക്ക് താല്പര്യമില്ല. നീ അവൾക്ക് എന്തിനാ ഇത്ര വലിയ പ്രഷർ കൊടുക്കുന്നത്? ആ, അച്ഛനെന്താ അങ്ങനെ പറഞ്ഞത്? അപർണ സ്വന്തം ഇഷ്ടത്താൽ മാപ്പ് ചോദിക്കാനൊന്നും തയ്യാറാകില്ലെന്ന് എനിക്കറിയാം. അവൾ അത്രയ്ക്ക് അഭിമാനിയാ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ വളരെ സില്ലിയാണ് ആകാശ്. എനിക്കങ്ങനെ തോന്നിയില്ല. എല്ലാം ഇമോഷണലായിട്ട് കാണുന്ന ഒരു ജീവിതം കുട്ടിച്ചോറാക്കും. ഇക്കാര്യത്തിൽ നീയും അമ്മയെപ്പോലെ തന്നെയാ. എല്ലാം ശരിയായി വന്ന നേരത്ത് നീയായിട്ട് എല്ലാം തകർത്ത് കളഞ്ഞു. ഞാൻ എന്ത് ചെയ്തു? അപർണ നിന്നോട് ഇണങ്ങി വന്നതല്ലേ? അമ്മയുടെയും മകന്റെയും ലോകത്ത് എനിക്കൊരു പ്രസക്തിയില്ല. എന്നിട്ടും നീ അതിനുവേണ്ടി ശ്രമിച്ചു. അവിടെയാണ് കുഴപ്പം. അച്ഛനെ ഒഴിവാക്കിയിട്ടുള്ള ഒരു ബന്ധത്തിനും എനിക്ക് താല്പര്യമില്ലെങ്കിലോ? അതെന്ത് വർത്തമാനോ? നീ ഒരു ചെറുപ്പക്കാരനാണ്. 100,000 ബന്ധങ്ങൾ നിനക്കുണ്ടാവും. അതിലൊക്കെ അച്ഛൻ എന്ത് സ്ഥാനമുള്ളത്? പക്ഷേ ഇതങ്ങനെയല്ല. അമ്മയും ഞാനും മാത്രമായി ഒരു സ്വകാര്യ ലോകം സൃഷ്ടിക്കാൻ എന്തായാലും എനിക്ക് താല്പര്യമില്ല. ആ ബന്ധം ഒരു ഇഞ്ച് മുന്നോട്ട് പോകണമെങ്കിൽ അച്ഛനും കൂടെ ഉണ്ടായിരിക്കണം. അത് ഉറച്ച തീരുമാനമാണ്. ആകാശ്, ഞാൻ പറയുന്ന ഒന്ന്
തൽക്കാലം അച്ഛൻ പോയി ഫ്രഷ് ആവ്, ഞാൻ കാപ്പി എടുക്കാം. വെറുതെ പറഞ്ഞു തീർക്കാവുന്ന കാര്യത്തിന് അവൻ ആത്മഹത്യക്കാണ് ശ്രമിച്ചത്. കഷ്ടം. ഏട്ടാ, ഇനി ആത്മഹത്യാ ശ്രമത്തിന് മാഷിനെതിരെ കേസെടുക്കൂ. കൂടെ ഉണ്ടായിരുന്ന പീസ് റിപ്പോർട്ട് ചെയ്താൽ. ഭാഗ്യത്തിന് ചാക്കോളയുടെ ജൂറി സെക്ഷനായിരുന്നു. അവനതൊരു ആക്സിഡന്റ് ആക്കി മാറ്റി. അല്ലെങ്കിൽ ശരത്ത് പിന്നെ അഴിയെണ്ണേണ്ടി വന്നേനെ. അതേതായാലും വലിയൊരു കാര്യമായി. ഇതിനെല്ലാം കാരണം ശരത്തിന്റെ അച്ഛനാണെന്നാണ് മധു പറയുന്നത്. അയാൾ അവനെയും കൊണ്ടേ സിംഗപ്പൂർക്ക് തിരിച്ചു പോകുമെന്ന് തീരുമാനിച്ചുറപ്പിച്ച മട്ടാന്ന. ആ കഥയൊക്കെ എനിക്കറിയാം. അച്ഛൻ കാരണം ഇതിനു മുമ്പ് മാഷ് ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട്. സത്യത്തിൽ മാഷ് മനോരോഗി തന്നെയാ. വളരെ സൂക്ഷിച്ചു മാത്രം കൈകാര്യം ചെയ്യേണ്ട ഒരാൾ. പക്ഷേ ഒരാളും മാഷിന് സമാധാനം കൊടുത്തിട്ടില്ല, ഈ ഞാൻ പോലും. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ശരത്തിനെ സിമ്പതിയോടെ മാത്രമേ നീ കണ്ടിട്ടുള്ളൂ. ഒക്കെ എനിക്കറിയാവുന്നല്ലേ. അങ്ങനെയല്ല, ഒരു കാലത്തും ആ മനുഷ്യനോട് ഞാൻ സിമ്പതി കാണിച്ചിട്ടില്ല. എല്ലാ ദുഃഖങ്ങൾക്കും പരിഹാരമായി ശരത്ത് മാഷ് എന്നെയാണ് കണ്ടിരുന്നത്. ഒരു പക്ഷേ ഈ പ്രപഞ്ചത്തിൽ മാഷ് സ്നേഹിച്ചിരുന്ന ഒരേ ഒരു വ്യക്തി ഞാനായിരുന്നിരിക്കാം. മാഷ് അത് എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിച്ച സമയം മുതൽ മാഷിനെ അവഹേളിക്കുകയാണ് ഞാൻ ചെയ്തത്. എന്നിട്ട് അതെല്ലാം എനിക്ക് വേണ്ടി ആ മനുഷ്യൻ സഹിച്ചു. ഒടുവിൽ എന്നെ സ്വപ്നം കണ്ടുകൊണ്ട് മാഷ് രൂപം നൽകിയ ഗാനത്തിലെ നായകനെ തന്നെ ഞാൻ സ്നേഹിച്ചു, അതും മാഷിന്റെ സാന്നിധ്യത്തിൽ. അതോടെ ആയിരുന്നിരിക്കാം ശരത്ത് മാഷിന്റെ തകർച്ച തുടങ്ങിയത്. ആ പക മുഴുവൻ മാഷ് അച്ഛനോട് കാണിച്ചു. അവർ ബദ്ധശത്രുക്കളായി മാറി. അതുകൊണ്ടാണല്ലോ അവിനാശൻ ആക്സിഡന്റിൽ ഡെത്ത് സംഭവിച്ചപ്പോ ഡോക്ടർ അപർണ ശരത്തിനെതിരെ കേസ് കൊടുത്തത്. മാഷിനേറ്റ അടുത്ത ആഘാതം അതായിരുന്നു. അച്ചു മരിച്ചപ്പോ എല്ലാവരും എന്നോടും ഡോക്ടർ അപർണയോടും സഹതപിച്ചു. ഒരു പക്ഷേ അച്ഛന്റെ മരണത്തിൽ ഏറ്റവും അധികം ദുഃഖിച്ചിട്ടുള്ളത് ശരത്തുമാഷായിരുന്നിരിക്കാം. ഒരാളും അത് മനസ്സിലാക്കിയില്ല. നീ പറയുന്ന നേരാ. ഒരർത്ഥത്തിൽ ഏറ്റവും പത്തറ്റിക്കായ മനുഷ്യനാണ് ഈ ശരത്ത്. പാവം. അതെ. എന്നിട്ട് ആ മനുഷ്യനെന്ന് ആശ്വസിപ്പിക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ലല്ലോ എന്നോർക്കുമ്പോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലേട്ടാ. ചില കാര്യങ്ങൾ നമ്മൾ വളരെ നിസ്സഹായരാണ് കുട്ടി. കൂടെയുള്ളവരുടെ ജീവിതം കത്തിയെരിയുമ്പോൾ പലപ്പോഴും വെറുതെ നോക്കി നിൽക്കേണ്ട അവസ്ഥയിലാണ് നമ്മൾ. പക്ഷെ എനിക്കത് വയ്യ. കഴിയാവുന്നതുപോലെ ആ മനുഷ്യനെ എനിക്ക് സഹായിക്കണമെന്നുണ്ട്. ആയിക്കോളൂ, ഞാൻ അതിനൊന്നും തടസ്സം നിൽക്കില്ല. To you by Tata Safari. The new Safari range starts at only 6.4 lakhs.